ഇറങ്ങിപ്പോടാ, ഇതാ എച്ചി വന്നു കയറി. എസ് എന്ന് പറയുന്നതിന് എച്ചി വന്നു കയറി എന്നാണ് പറയുന്നത്. കുടിച്ചുകൊണ്ടിരുന്ന തിളച്ച ചൂടുവെള്ളം ദേഹത്തൊഴിക്കാനുണ്ടായത്. തിരുപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് തിരുപ്പുറത്തിൻ്റെ ദേഹത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീനാദാസ് തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് അദ്ദേഹത്തെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി നടക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അതിക്രമം നേരിടേണ്ടി വന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? ലൈഫ് ഭവന പദ്ധതിയിലെ ക്രമക്കേടുകളും ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളും തിരിമറികളെ സംബന്ധിച്ച് ഞാൻ പൊതുജനങ്ങളിൽ നിന്ന് കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ട് ഇത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രകോപിതയായി കുടിച്ചുകൊണ്ടിരുന്ന തിളച്ച ചൂടുവെള്ളം ദേഹത്തൊഴിക്കാനുണ്ടായത്. സംസ്ഥാന കമ്മിറ്റിയിൽ ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ചായിരുന്നു സംസാരിച്ചത് അല്ലേ? അപ്പോൾ ഇത് നിരന്തരമായി ഇങ്ങനെ ഒരു ആക്ഷേപം നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറേ ഒരു 2-2.5-3 വർഷം കൊണ്ട് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് ഇറങ്ങിപ്പോടാ, ഇതാ എച്ചി വന്നു കയറി. എസ് എന്ന് പറയുന്നതിന് എച്ചി വന്നു കയറി എന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും കളിയാക്കുന്ന രീതിയിലാണ് ഒരു. പിന്നെ ഒറ്റപ്പെടുത്തലുകൾ, നോട്ടീസിൽ നിന്ന് ഒഴിവാക്കലുകൾ, പരിപാടികളിൽ നിന്ന് ഒഴിവാക്കലുകൾ, വാഹനത്തിൽ നിന്ന് പോലും 2 പ്രാവശ്യം എന്നെ ഇറക്കി വിട്ടു. പഞ്ചായത്തിൻ്റെ വാഹനം എല്ലാവർക്കും ഉപയോഗിക്കുന്ന കാരണം 1 വർഷക്കാലം ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ്. എന്നെ വാഹനത്തിൽ നിന്ന് 2 പ്രാവശ്യം എന്നെ ഇറക്കി വിട്ടു. അതാണ് അവസ്ഥ. അതാണ് ഏറ്റവും കൊടിയ ഒരു ജാതി അധിക്ഷേപം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ വലിയ പരിക്ക് തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ. കയ്യിൽ ഞാനിങ്ങനെ കണ്ണട ഇങ്ങനെ വെക്കുന്ന സമയത്താണ് പെട്ടെന്ന് വന്നത്. അപ്പോൾ കൈ പൊള്ളയിലും വയറിലും ആണ് പൊള്ളിയത്. നേരിട്ട് ആശുപത്രിയിൽ പൊള്ളൽ ചികിത്സയിലായിരുന്നു. പോലീസ് കണ്ടതാണ്. ഡോക്ടർമാർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏത് സ്റ്റേഷനിലാണ് ഇത് കഴിഞ്ഞ് പരാതി കൊടുത്തത്? ഇത് കഴിഞ്ഞ് പൂവറ സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. അതിനുശേഷം ബഹുമാനപ്പെട്ട DYSPയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം വന്നാണ് അന്വേഷിച്ച് പിന്നെ FIR തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പം അറസ്റ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട കോടതി, SC കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷവും തള്ളുന്നതിന് മുമ്പേയും ഇവർ യഥേഷ്ടം പോലീസിൻ്റെ മുമ്പിൽ കൂടെയും അല്ലാതെയും പഞ്ചായത്ത് കമ്മിറ്റികളൊക്കെ വിളിച്ചു ചേർത്താണ് ഇവർ പോകുന്നത്. അതിനുശേഷം ഇതേവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതി ഒളിവിലെന്നാണ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പഞ്ചായത്തിലേക്ക് വരാറുണ്ടോ? എന്താണ്? 3-4 കമ്മിറ്റികൾ പിന്നെ പ്രസിഡൻ്റ് എന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. മറ്റുള്ള പഞ്ചായത്ത് പരിപാടികളെല്ലാം വിളിച്ചു ചേർത്ത് നീതിപീഠത്തെ പോലും അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവണതകളാണ് പുള്ളി ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോഴും വരാറുണ്ട്. ഇന്നലെയും പഞ്ചായത്ത് കമ്മിറ്റി ആയിരുന്നു. ആ പഞ്ചായത്ത് കമ്മിറ്റി കൂടിയതും അവരുടെ അധ്യക്ഷതയിലാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നടപടികളൊന്നും അറസ്റ്റിലേക്ക് നീങ്ങിയില്ല. അപ്പോൾ എന്താണ് അടുത്ത തീരുമാനം? എനിക്ക് നീതി ലഭിക്കണം. കാരണം എനിക്ക് മാത്രമല്ല ദലിത് സമൂഹത്തിന് നാളെ ഇതേപോലത്തെ ഒരവസ്ഥ ഒരു സഹോദരങ്ങൾക്കും ഉണ്ടാകാതിരിക്കുവാൻ ഇതൊരു മാതൃകാപരമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട പോലീസിനോടും ഗവൺമെൻറ്റിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പോലീസ് എന്താണ് ഇപ്പോൾ പറയുന്നത്? ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്? പ്രതി ഒളിവിലെന്നാണ് പറയുന്നത്. അവർ അങ്ങനെയാണ് പറയുന്നത്. DFI സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് IK ബാബുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇപ്പം നിലവിലൊരു അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടില്ല ഈ വിഷയത്തിൽ. ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇത്. ഒരു പഞ്ചായത്ത് കമ്മിറ്റി നടക്കുന്ന സമയത്തായിരുന്നു തിളച്ച വെള്ളം ദേഹത്തേക്ക് ഒഴിക്കുന്നത്, ജാതീയമായി അധിക്ഷേപിക്കുന്നത്. അപ്പോൾ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ എന്താണ് അടുത്ത തീരുമാനം? ഞങ്ങൾ തീരുമാനമെടുക്കാൻ ഈ സംസ്ഥാനത്തെ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ എല്ലാ വിഭാഗങ്ങളുടെയും സംഘടനയുടെ നേതാക്കന്മാരെ കൊണ്ട് ഈ പ്രാവശ്യം ഒരു തീരുമാനം ഉണ്ടാകും. കാരണം കോൺഗ്രസിൻ്റെ ഭരണം ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് ചെയ്തിട്ട് പോലും ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ
വക്താവെന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീന എസ് ദാസ്. ആ ഷീന എസ് ദാസിനെതിരെ കൊടുത്ത പരാതിയിന്മേൽ പോലീസിൻ്റെ മുൻകൂർ ജാമ്യം SC കോടതി നെടുമങ്ങാട് കോടതി തള്ളിയിട്ട് പോലും അതിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് വളരെ ലജ്ഞാകരമായ ഒരു കാര്യമാണ്. ഇത് പ്രതി ഒളിവിലാണെന്ന് പറയുമ്പോഴും പ്രതിപിഴി നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഈ സമയം പറയാനുള്ളത്, ഞങ്ങളുടെ ഈ സുരേഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരനെ, ഞങ്ങളുടെ സമുദായ മേഖലയിലുള്ള ഞങ്ങളുടെ സഹോദരനായിരിക്കും സുരേഷിൻ്റെ കേസിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ കുറേ നാളുകളുടെയും കഴിയുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള നേതാക്കന്മാരെ എടുക്കൽ, ഈ നേതാക്കന്മാരൊക്കെ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ വന്ന് ചോദിക്കും എന്താണ് ഞങ്ങളെ സഹായിക്കുമോ എന്ന്. അപ്പം ഞങ്ങൾക്ക് ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ചിലരെ തോൽപ്പിക്കാൻ പറ്റും. പറഞ്ഞ് മനസ്സിലായോ? ഞങ്ങൾക്ക് ജയിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റും. അതിന് ഞങ്ങളൊരു തീരുമാനം എടുക്കും. അതിനു മുമ്പ് ഇതിന്മേൽ ശക്തമായ നടപടി ഞങ്ങൾക്ക് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയിൽ എനിക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, പൂർണ്ണ വിശ്വാസമൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രിയിൽ മാത്രം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. വ്യക്തിയില്ല ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ വ്യക്തിപരമായി പറയുന്നത്. എൻ്റെ സംഘടനയോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനയോട് ഒന്ന് റെപ്രസെൻറ്റേറ്റീവായിട്ട് സംസാരിക്കുക, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അദ്ദേഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇതിന് ഒരു ശക്തമായ നടപടി ഉണ്ടായി പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലാത്ത പക്ഷം ശക്തമായ സമരം ഞങ്ങൾ ഈ സംസ്ഥാന തലസ്ഥാനമായിരിക്കുന്ന ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ അധികം ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ നടത്തിയിരിക്കും. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണുവാൻ ഇന്ന് സമയം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ കാണും, ഞങ്ങളുടെ സങ്കടങ്ങൾ പറയും. അദ്ദേഹം ഇത് ഇറങ്ങി കാണില്ലായിരിക്കാം. കാരണം ഈ 14 ജില്ലകളിൽ നടക്കുന്ന സംഭവങ്ങളിൽ, ഈ ഓരോ പഞ്ചായത്തുകളിലും താലൂക്കുകളിലും നടക്കുന്ന സംഭവങ്ങൾ രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂട്ടുന്നതിനിടയ്ക്ക് അദ്ദേഹം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അറിഞ്ഞിട്ടുണ്ടോ എന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ എന്തായാലും അദ്ദേഹത്തെ ഞങ്ങൾ സമീപിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിയമപരമായ അല്ലെങ്കിൽ എല്ലാവിധ പിന്തുണയോട് കൂടിയുള്ള സമീപനം ഞങ്ങളുടെ സുരേഷിന് കിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ ആരോപിക്കപ്പെടുന്ന ഈ വ്യക്തി അറസ്റ്റ് ചെയ്ത് ഞങ്ങൾക്കൊരു നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ വിഷയത്തിൽ സാംഭവ മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ചേരുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇത് സാംസ്കാരിക കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടുന്ന ഒരവസ്ഥയാണ്. കാരണം ഒരു ജനപ്രതിനിധി, ഒരു പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കുന്ന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളിന് ഇത് രഹസ്യമായി നടന്നൊരു സംഭവമല്ല, പരസ്യമായി പഞ്ചായത്ത് സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ അപ്പം അതിന് കുറ്റവാളിയായ ഒരാളിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നു എന്ന് പറയുവാണെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ടും നമുക്ക് മറുപടി കിട്ടേണ്ടുന്നതാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ അതിനകത്ത് ഇടപെട്ടിട്ട് ഇത് ശരിയല്ല, ഇതൊരു ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ല, നിങ്ങളുടെ ഈ മനോഭാവം, ഈ ജാതി ചിന്തകൾ മാറ്റിവെച്ചിട്ട് വേണം ഈ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടേണ്ടുന്നത് എന്ന് പറയുന്ന നിലയ്ക്ക് അവരെ ഉപദേശിക്കുന്നതിനും മാറ്റിയെടുക്കുന്നതിനുമുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. ഇത് കേരള സാംഭവ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, ഇത് കേരളത്തിലെ മുഴുവൻ സാംഭവ സമുദായ അംഗങ്ങളുടെയും ആത്മാഭിമാനത്തിന് വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തിരുവനന്തപുരം ജില്ലയിൽ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും സംഭവ സമുദായ അംഗങ്ങളുടെ വികാരം ഇവിടെ പ്രതിഫലിക്കും എന്നാണ് എനിക്ക് ഇക്കാര്യത്തിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നിരന്തരമായി ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഇദ്ദേഹം നേരിടുന്നു എന്ന് എപ്പോഴെങ്കിലും പങ്കുവച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, ഞങ്ങളെല്ലാം അതിനെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഞാൻ പത്രസമ്മേളനം നടത്തി, പ്രാദേശികമായിട്ടുള്ളൊരു ഇഷ്യൂ എന്നുള്ള നിലയ്ക്ക് അവിടെ പത്രസമ്മേളനം നടത്തി പോലീസ് അധികാരികളെ കണ്ടു, ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഭാഗത്തൊരു വീഴ്ച ആ ഘട്ടത്തിലുണ്ടായില്ല. കാരണം അവർ അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് തന്നെ കേസെടുത്തു. പക്ഷേ അവർ മൂവ് ചെയ്ത ആൻറ്റിസിപ്പേറ്ററി ബെയില് അത് റദ്ദ് ചെയ്തപ്പോൾ പിന്നീട് അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിനകത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വേറൊരു നിലപാടാണ് ഉണ്ടായത്. എനിവേ, ഇതിനകത്ത് ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് അവർ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതാകാം എന്ന് പറയുന്നൊരു മെസ്സേജ് അവരുടെ മൗനത്തിൽ കൂടെ സമൂഹത്തിൽ കൊടുക്കുന്നുണ്ട്. അത് വളരെ പ്രതിഷേധാർഹമാണ്. ഇതൊരു സമുദായത്തിൻ്റെ ഹൃദയത്തിലേറ്റ വികാരമാണ്. ഞങ്ങളുടെ ആത്മാഭിമാനത്തെ, ഞങ്ങളുടെ അന്തസ്സിനെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന് ഒരു ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉറപ്പായിട്ടും ഉണ്ടാകും.
എന്തായാലും ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. നിരന്തരം ഇത്തരത്തിൽ ഇദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ നീതിപീഠം പോലും തലകുനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഇദ്ദേഹത്തെ, അതായത് ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് നീതി വേണം എന്നുള്ളതും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കൃത്യമായ രീതിയിലുള്ള അറസ്റ്റൊന്നും രേഖപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.